സിമിയോൻ ദീർഘദർശി മറിയത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. നിത്യരക്ഷയാകുന്ന സന്തോഷത്തിൽ നിന്ന് ഒരിക്കലും വേർപെടുത്താനാവാത്തതാണ് കുരിശിലെ വേദന എന്ന യാഥാർത്ഥ്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വ്യാകുലമാതാവ്. സന്താനങ്ങൾ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമായും വലിയ സന്തോഷത്തിന്റെ കാരണമായും യഹൂദർ കരുതിയിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ എത്തിച്ചേർന്ന ദിവ്യശിശു മൂലം താൻ ഭാവിയിൽ മറ്റൊരമ്മയും അനുഭവിക്കാത്ത വിധത്തിലുള്ള ആകുലതകൾക്കും വേദനകൾക്കും പാത്രീഭൂതയാകുമെന്നറിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഒരു കന്യക എന്ന നിലയിൽ രക്ഷകനായ ദൈവത്തിന്റെ വാസസ്ഥലമാകാൻ സമ്മതിച്ചതുപോലെ തന്നെ ഒരമ്മ എന്ന നിലയിൽ തന്റെ ഏകജാതനെ ബലിയായി നൽകുന്നതിനും ആ അമ്മയുടെ സമ്മതം ആവശ്യമായിരുന്നു. വ്യതകളാൽ നീറുമ്പോഴും തന്റെ വേദനകളുടെ രക്ഷാകര പ്രാധാന്യം മനസ്സിലാക്കി ഹൃദയത്തിൽ സന്തോഷിക്കാൻ ഈശോയുടെ അമ്മയ്ക്കായി. അതുവഴി മനുഷ്യരാശിയോടുള്ള അതിരൊറ്റ സ്നേഹത്തിന്റെ തന്റെ പുത്രന്റെ ബലിയിൽ പങ്കെടുക്കാനും ആ അമ്മയ്ക്കായി. നമ്മുടെ ജീവിതത്തിലെ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും അർത്ഥം എന്തെന്ന് ഗ്രഹിക്കാൻ, അവയെ പരിശുദ്ധ അമ്മയുടെ സഹനങ്ങളോട് ചേർത്ത് വച്ച് ധ്യാനിക്കാൻ ഈ ജപമാല മാസം കൃപ നൽകട്ടെ.